പടക്കളത്തിൽ ചുവടുറപ്പിച്ച ഇസ്രയേൽ. ഗാസ, ലെബനൻ, സിറിയ എന്നിവിടങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള സൈന്യത്തെ പിൻവലിക്കില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചു. ഇസ്രായേൽ ജനതയുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയാണിതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2023 ഒക്ടോബർ 7 കിഴക്കൻ ഇസ്രായേലിൽ ഹമാസ് ആക്രമണം നടത്തുകയും 1200 പേരെ കൊലപ്പെടുത്തുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ് ആക്രമണം ആരംഭിച്ചത്. സമാനമായ ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലാണിതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം മുഴുവൻ തിരികെ പോയാൽ മാത്രമേ ശേഷിക്കുന്ന ബന്ദികളിൽ ജീവനോടെയുള്ള 24 പേരെ മോചിപ്പിക്കുകയുള്ളൂ എന്ന നിലപാടാണ് ഹമാസ് ആവർത്തിക്കുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ച ചർച്ചകളിലൂടെ ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേലിൽ സമ്മർദ്ദം ഏറിവരികയാണ്. ഹമാസിനെ ഇല്ലാതാക്കി ബന്ദികളെ സ്വതന്ത്രരാക്കുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്. ഇന്നലെ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ 22 പേർ കൂടി കൊല്ലപ്പെട്ടു. ഗാസയിൽ ആശുപത്രിക്ക് സമീപം നടന്ന വ്യോമാക്രമണത്തിൽ ഡോക്ടർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. ബന്ദികളിൽ ഏദൻ അലക്സാണ്ടർ എന്ന അമേരിക്കൻ ഇസ്രായേലി പൗരനുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതായി ഹമാസ് അറിയിച്ചു. ഏദനെ പാർപ്പിച്ചിരുന്ന സ്ഥലത്ത് വ്യോമാക്രമണം നടന്നുവെന്നാണ് ഹമാസ് വാദം. ഇസ്രായേൽ സൈന്യം ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഹമാസ് ആയുധം ഉപേക്ഷിച്ച് ഗാസയിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് വെടിനിർത്തലിന് ഇസ്രായേലിന്റെ ഉപാധി. ബുധനാഴ്ച ഗാസയിൽ ഇസ്രായേലി ആക്രമണത്തിൽ 25 പേരാണ് കൊല്ലപ്പെട്ടത്. അതിനിടെ ഗാസയുടെ തെക്കേയറ്റത്തെ റഫ നഗരം പൂർണ്ണമായി വളഞ്ഞ ഇസ്രായേൽ സൈന്യം സുരക്ഷാ ഇടനാഴിയൊരുക്കി. ഗാസയിൽ എല്ലായിടത്തുമായി സൈന്യം ഇറങ്ങുന്നതിന് മുന്നോടിയായാണ് മൊറാഗ് എന്ന സുരക്ഷാ ഇടനാഴി സൃഷ്ടിച്ചത്. ഇതോടെ ഗാസയുടെ മറ്റ് ഭാഗങ്ങളും റഫയുമായുള്ള ബന്ധം വേർപെട്ടു. പലസ്തീൻകാരോട് ഒഴിയാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആവശ്യപ്പെട്ടു. ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നും പറഞ്ഞു. ഇതിനിടെ ഹമാസ് ആയുധ വിഭാഗമായ ഖാസം ബ്രിഗേഡ് ബന്ദിയായ ഇസ്രായേൽ സൈനികന്റെ വീഡിയോ പുറത്തുവിട്ടു. ഇസ്രായേൽ US പൗരത്വമുള്ള ഏദൻ അലക്സാണ്ടർ തന്റെ മോചനം സാധ്യമാകാതിരുന്ന ഇസ്രായേൽ സർക്കാരിനെ വിമർശിക്കുന്നതിന്റെ വീഡിയോയാണിത്. വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തിലേക്ക് ഇസ്രായേൽ കടന്നാൽ ഏദനെ മോചിപ്പിക്കാനാണ് ഹമാസ് കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നത്. ആദ്യഘട്ട വെടിനിർത്തൽ കരാർ അവസാനിച്ചതിന് പിന്നാലെ കടുത്ത ആക്രമണമാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത്. മാർച്ച് 2 മുതൽ ഗാസയിൽ ഇസ്രായേൽ കടുത്ത വ്യോമാക്രമണം ആരംഭിച്ചു. അന്നു മുതൽ ഭക്ഷണവും മരുന്നും ഉൾപ്പെടെ അവശ്യ വസ്തുക്കളൊന്നും തന്നെ ഗാസയിലേക്ക് കടത്തിവിടുന്നില്ല. 11 പേർക്കാണ് ബുധനാഴ്ച മാത്രം ജീവൻ നഷ്ടമായത്. അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കരുതെന്ന രാജ്യാന്തര സംഘടനകളുടെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി ഇസ്രായേലിന്റെ നയം വ്യക്തമാണ്. ഭക്ഷണവും മരുന്നും ഉൾപ്പെടെ ഒരു വസ്ത്രവും ഗാസയിലേക്ക് കടത്തിവിടില്ല. ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ ഹമാസിൽ നിന്നും ബന്ദികളെ വീണ്ടെടുക്കാനാവൂ. ഇത്തരത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ സ്വന്തം ജനങ്ങളെ കവചമാക്കി ഹമാസ് പോരാടുന്നത് തടയാൻ കഴിയൂവെന്നും പ്രതിരോധ മന്ത്രി കാറ്റ്സ് വ്യക്തമാക്കി. സഹായങ്ങൾ ഗാസയിലെ ജനങ്ങൾക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ഇപ്പോൾ നടക്കുന്നില്ല എന്നും സമീപഭാവിയിൽ ഉണ്ടാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2023 ഒക്ടോബറിന് ശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഗാസ കടന്നു പോകുന്നതെന്ന് ഐക്യരാഷ്ട്ര സംഘടനയും കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു. ഗാസയിലേക്ക് അയച്ച മരുന്നുകളും ഇന്ധനവും വെള്ളവും മറ്റടിസ്ഥാന സാധനങ്ങളും കെട്ടിക്കിടക്കുകയാണെന്നും ഒരു വസ്തുവും ഇസ്രായേൽ കടത്തിവിടുന്നില്ല എന്നും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.